ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ രാജു. കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കോടതിക്കടുത്ത് പ്രയർ ക്ലിനിക് എന്ന് പറയുന്ന ഒരു കോടതിയുടെ അടുത്ത് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് അവിശ്വാസികൾക്കും എൻ്റെ ഫോൺ നമ്പർ ലഭ്യമാണ്. ഞാൻ ഒരു പുതിയ ചാനൽ ആരംഭിച്ചു. അതിൻ്റെ പേര് രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജ് എന്നാണ്. എൻ്റെ ബൈബിൾ ക്വിസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത പോലെ എൻ്റെ ഹെൽത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക തിന്മകളെക്കുറിച്ച് പ്രതികരിക്കുക. ആ പ്രതികരണം നമുക്ക് അനുകൂലമായി വരണം, നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പിന് അനുകൂലമായി വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ അനേക വർഷങ്ങളിലെ പ്രവർത്തനം കൊണ്ടും സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളത് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കഴിയുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ കമൻ്റ് ഇടണം എന്ന സ്നേഹപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു സാമൂഹ്യ അനീതിയെക്കുറിച്ച് പറഞ്ഞ് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടില് പെൺമക്കളുമുണ്ട്, ആൺമക്കളുമുണ്ട്. പെൺമക്കളുടെ സംഖ്യ ആൺമക്കളുടെ സംഖ്യ കാട്ടിൽ വലുതാണെന്ന് പറയപ്പെടുന്നു. എനിക്കതേക്കുറിച്ച് തിട്ടമില്ല. പക്ഷെ ശരിയാണോ എന്നുള്ള സംശയമുണ്ട്. ഇന്ന് അനേകം ആൾക്കാര്, ആൺകുട്ടികൾ 32 വയസ്സായി, അല്ലെങ്കിൽ 34 വയസ്സായി, 35 വയസ്സായി, 28 വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി. അവരെ കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, അവർ ആണുങ്ങളാണ്. അവരെ സംബന്ധിച്ചോളം അവർ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവ നിയമവും ഒരാവശ്യവുമാണ്. മാതാപിതാക്കളായ നമ്മൾ അവരെ കെട്ടിച്ചയക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ 18-ാം വയസ്സ് മുതലേ കല്യാണാലോചന തുടങ്ങും. ഇപ്പോൾ അതില്ല. എങ്കിലും പെണ്ണിനെ എങ്ങനെയെങ്കിലും കെട്ടിച്ചിട്ട്, അല്ലെങ്കിൽ കൊച്ചിനെ എങ്ങനെയെങ്കിലും കെട്ടിച്ചിട്ട് ആണിനെ കെട്ടിക്കാനിരിക്കരുത്. 20 വയസ്സായിട്ടുള്ള കൊച്ച് ബികോമിന് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ 32 വയസ്സായിട്ടുള്ള ചെറുക്കൻ ജോലിയോടുകൂടി വീട്ടിൽ ചുമ്മാ കഴിയുന്നു. നമ്മൾ മാതാപിതാക്കളായിട്ടുള്ള മനുഷ്യര്, അല്ലെങ്കിൽ നമ്മൾ പക്വത വന്നവര്, ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ വികാരങ്ങൾ എങ്ങനെ പോകുന്നു, അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എത്ര വലുതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വ്യക്തികള്, കൊച്ചു മക്കൾ സ്വന്തം അപ്പനോടോ അമ്മയോടോ എടാ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറയണം എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെ കൊണ്ടുവരരുത്. അനേകരുടെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് പറയും, ചിലർ അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് എത്രയും വേഗം കല്യാണം കഴിക്കണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 30 വയസ്സായ സർക്കാർ ഉദ്യോഗസ്ഥൻ 35 വയസ്സായപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, സാറേ എവിടുന്നെങ്കിലും എനിക്കൊരു പെണ്ണിനെ, അന്യ സമുദായമായിരുന്നാലും ഒരു പെണ്ണിനെ വേണം. ഒരു 60 വയസ്സായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു പുരുഷന്റെ ആവശ്യമുണ്ട്. ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ജീവിതത്തെയും മനസ്സിലാക്കുക. ഒരു മകൻ വന്ന് തന്റെ അമ്മയോട് അപ്പനോട് പറയുവാനായിട്ട് നമ്മൾ ഇട കൊടുക്കരുത്. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കണത് നന്നല്ല. അപ്പോൾ അവർ മറ്റു വഴികളിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. ലൈംഗിക ആവശ്യങ്ങളെ തീർത്തും വ്യർത്ഥമായി കാണരുത്. അത് ജീവിതത്തിന് ഒരു ആവശ്യമാണ്. അത് പറയാൻ ആർക്കും മടിയാണെങ്കിലും എനിക്കത് പറഞ്ഞാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ച് അവർ വേറൊരു കുടുംബമായി വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. അവൻ കൊച്ചല്ലേ, അവന് പ്രായമായില്ല, അവനിപ്പോഴും പിള്ളേരെ പോലാണ്, അവനെ ഞാൻ വെച്ചു കൊടുത്താലേ മതിയാവൂ, ഇനി അവന്റെ ഭാരമെല്ലാം എൻ്റെ തലയിൽ വരുമോ എന്ന് വിചാരിച്ച് നീയിരിക്കരുത്. ഇങ്ങനെ ഒരു അവഗണന ആൺമക്കൾക്ക് അനേക വീടുകളിൽ അനുഭവിക്കുന്നുണ്ട്. പെൺമക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഇവരുടെ കൊച്ചിനെ നോക്കാൻ അമ്മയുണ്ട്, എന്നാൽ ആൺമക്കളുടെ കാര്യങ്ങളിൽ എല്ലാം കൈവിട്ടപ്പെട്ട രീതികൾ പല വീടുകളിലും ഉണ്ട്, എല്ലാ വീടുകളിലും അല്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ ആൺമക്കളെ അവരുടെ പ്രായത്തിൽ 30 വയസ്സിനകമെങ്കിലും അവരെ ഒരു തുണ ആക്കി കൊടുക്കുക. ഇനി അവരെ വേറെ ഇവിടം കാണുമ്പോൾ ഈ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനവർ തന്നെ ഉത്തരവാദി. അവർ ചുമ്മാ ഡൈവോഴ്സ് കേസായിരുന്നാലും
അവർക്ക് പ്രായമതി ഇല്ലെങ്കിൽ അവർക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർ കുടിച്ച് കൂത്താടി നടക്കുമ്പോൾ നീയാണ് ഉത്തരവാദി. ആരെ? നീ. എനിക്ക് 58 വയസ്സായി, എനിക്ക് ആമ്പിള്ളേരൊന്നുമില്ല. എനിക്ക് 10 വർഷത്തിന് ശേഷം ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്. 2 പെൺമക്കളുണ്ട്. പക്ഷെ മൂത്ത മക്ക് 20 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള ആൺമക്കളോടുള്ള വിവേചനം, ആണുങ്ങളെല്ലാം പന്നലാണ്, ആണുങ്ങളെല്ലാം ചീത്തയാണ്, ആണുങ്ങളെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്ന ഒരു പ്രവണത ഈ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ഈ ആണുങ്ങൾ മോശക്കാരൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറെ ഫെമിനിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങളുടെ കുറ്റം പറയാൻ. എന്നാൽ അടുത്ത കാലങ്ങളിൽ ഈ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആണിനെയും ദൈവം സൃഷ്ടിച്ചത്, പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചത് അവരുടെ ജീവിതം ശോഭനമാക്കുവാനാണ്, ഈ നാട്ടുകളിൽ പെറ്റുപെരുകാൻ വേണ്ടിയാണ്. അത് ബോൽബലമായ പല വാക്കുകളും എനിക്ക് പറയാനുണ്ട്. ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു, ഈ നാട്ടിലെ പ്രായപൂർത്തിയായ ആൺമക്കൾക്ക് വേണ്ടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു താല്പര്യം കാണിക്കണം. നിങ്ങൾ അവരെ സമയത്തിന് കെട്ടിച്ചയക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ കഴിയുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് വിടുകയാണ്. എല്ലാ പ്രതികരണങ്ങളെയും വെൽക്കം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയൊരു എപ്പിസോഡുമായിട്ട് ഇനിയും കാണാം.